ഇന്ത്യ റഷ്യയുടെ സുഹോയ് 57E ഒരു യഥാർത്ഥ സ്റ്റെൽത്ത് ഫൈറ്ററായി വാങ്ങുമോ, അതോ സുഹോയ് 30 MKI സ്റ്റൈലിൽ ഒരു മിനി ബോംബറായി വാങ്ങുമോ? റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57E ഇന്ത്യ ഏറ്റെടുക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള പുതുക്കിയ ചർച്ചകൾ പ്രതിരോധ വൃത്തങ്ങളിൽ ഒരു സുപ്രധാന ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേന സ്ക്വാഡ്രൺ എണ്ണത്തിലെ കുറവും മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്നതിനാൽ റഷ്യൻ വിമാനങ്ങളെ ഒരു സാധ്യതയുള്ള പരിഹാരമായി പരിഗണിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ ഉദ്ദേശ്യ പങ്കിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. നിരീക്ഷണക്ഷമതയേക്കാൾ ഫയർ പവറിന് മുൻഗണന നൽകി ഒരു പ്രീമിയർ സ്റ്റെൽത്ത് വിമാനമായി ഇത് ഉപയോഗിക്കുമോ, അതോ സുഹോയ് 30 MKIയുടെ രൂപത്തിൽ ഒരു ഹെവി സ്ട്രൈക്ക് പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുമോ? റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിനായി 36 മുതൽ 40 വരെ വിമാനങ്ങൾ ഉൾപ്പെടുന്ന 2 സ്ക്വാഡ്രണുകൾക്കുള്ള കരാർ ഇന്ത്യ അന്വേഷിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റഷ്യൻ വിമാനങ്ങളുമായി വിപുലമായ പരിചയമുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നാസിക് ഫെസിലിറ്റിയിൽ കുറച്ച് അധിക ജെറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടേക്കാം. ദീർഘകാലമായി വൈകിയ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് MRFA ടെൻഡറിൽ നിന്ന് വ്യത്യസ്തമായി വ്യോമസേനയുടെ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രത്യേക ഇടക്കാല നടപടിയായിട്ടാണ് ഈ സാധ്യതയുള്ള സംഭരണത്തെ കാണുന്നത്. ശത്രു വ്യോമ പ്രതിരോധത്തെ അടിച്ചമർത്തുന്നതിനായി ദീർഘദൂര സ്ട്രൈക്ക് ദൗത്യങ്ങൾക്കായി സുഹോയ് 57E ഉപയോഗപ്പെടുത്തുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിലുള്ള ഫ്ലീറ്റുകളുടെ വിജയകരമായ പൊരുത്തപ്പെടലാണ് ഈ തന്ത്രപരമായ ചിന്തയെ ഭാഗികമായി സ്വാധീനിക്കുന്നത്. ഒരു എയർ സുപ്യോറിറ്റി ഫൈറ്ററായി ആദ്യം ഉൾപ്പെടുത്തിയ സുഹോയ് 30 MKI ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പോലുള്ള കനത്ത സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു ശക്തമായ ഗ്രൗണ്ട് ആക്രമണ വിമാനമായി ക്രമേണ രൂപാന്തരപ്പെട്ടു. 10 ടൺ ഭാരമുള്ള മികച്ച പേലോഡ് ശേഷിയും R-37M എയർ ടു എയർ മിസൈൽ, ഹൈപ്പർസോണിക് കിൻസാൻ മിസൈലുകൾ പോലുള്ള നൂതന ദീർഘദൂര ആയുധങ്ങൾ ആന്തരികമായി വഹിക്കാനുള്ള കഴിവുമുള്ള സുഹോയ് 57E കനത്ത ദീർഘദൂര ആക്രമണങ്ങളുടെ ഈ സിദ്ധാന്തത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു ചോയ്സ് ആയിരിക്കും. അത്തരമൊരു ഏറ്റെടുക്കലിനുള്ള സാധ്യതകൾ ഈ വിമാനം തീർച്ചയായും നമുക്ക് തരുന്നുണ്ട്. ചൈനയുടെ വ്യോമസേന സ്റ്റെൽത്ത് J-20 യുദ്ധവിമാനങ്ങളുടെ എണ്ണം 200-ൽ കൂടുതലായി കണക്കാക്കപ്പെടുന്നു. അതേസമയം പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമസേനയെ നവീകരിക്കുന്നത് തുടരുന്നു. ഈ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നേരിടാൻ ഇന്ത്യൻ എയർഫോഴ്സിന് വൈവിധ്യമാർന്നതും ശക്തവുമായ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. സുഹോയ് 57Eയുടെ നൂതന സെൻസറുകളുടെയും സൂപ്പർ മാനുവറബിലിറ്റികളുടെയും സംയോജനം അതിനെ ഒരു ശക്തമായ വിമാനമാക്കി മാറ്റുന്നു. പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തി വളരെയധികം മത്സരാധിഷ്ഠിതമായ വ്യോമാതിർത്തിയിൽ അതിജീവിക്കാനുള്ള അതിൻ്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. വിശകലന വിദഗ്ധരുടെ പ്രധാന ആശങ്ക സുഹോയ് 57ന്റെ സ്റ്റെൽത്ത് ശേഷിയാണ്. അത് അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ, അതായത് RCS ഉപയോഗിച്ച് അളക്കുന്നു. അടിസ്ഥാനപരമായി ശത്രു റഡാറിന് അത് എത്രത്തോളം ദൃശ്യമാണ് എന്നത്. സുഹോയ് 57Eയുടെ കണക്കാക്കിയ റഡാർ ക്രോസ് സെക്ഷൻ 0.1-നും 0.5 ചതുരശ്ര മീറ്ററിനും ഇടയിലാണ്. സുഹോയ് 30 MKI പോലുള്ള 4ാം തലമുറ യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ഇത് ഗണ്യമായ പുരോഗതിയാണെങ്കിലും ഇത് അമേരിക്കൻ F-35ന്റെ കണക്കാക്കിയ റഡാർ ക്രോസ് സെക്ഷൻ 0.0015 മീറ്റർ സ്ക്വയറിനേക്കാൾ ഗണ്യമായി കൂടുതലാണ്. ഇത് റഷ്യൻ ജെറ്റിനെ കൂടുതൽ ശത്രുക്കൾക്ക് കണ്ടെത്താവുന്നതാക്കുന്നു. ഈ ആശങ്കകൾ പുതിയതല്ല. 2018-ൽ വിമാനത്തിന്റെ സ്റ്റെൽത്ത് പ്രകടനം, എഞ്ചിൻ സാങ്കേതികവിദ്യ, വികസന സമയക്രമം എന്നിവയിലെ അതൃപ്തി ചൂണ്ടിക്കാട്ടി റഷ്യയുമായുള്ള സംയുക്ത 5ാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നു. ബാഹ്യ മിസൈലുകളും പോഡുകളും ആവശ്യമുള്ള SEAD ദൗത്യങ്ങൾക്ക് SEAD stands for Suppression of Enemy Air Defense. SEAD ദൗത്യങ്ങൾക്ക് സുഹോയ് 57Eയുടെ റഡാർ ക്രോസ് സെക്ഷൻ കൂടുതൽ വർദ്ധിക്കുമെന്നും ദസൗ റാഫേൽ പോലുള്ള ആധുനിക 4.5 ജനറേഷൻ ജെറ്റുകളെ അപേക്ഷിച്ച് സുഹോയ് 57Eയുടെ സ്റ്റെൽത്ത് നേട്ടം കുറയുമെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആത്യന്തികമായി ഈ ചർച്ചകളെല്ലാം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു പ്രായോഗിക തെരഞ്ഞെടുപ്പിനെ എടുത്തു കാണിക്കുന്നു. ആഴത്തിലുള്ള സ്ട്രൈക്ക് ദൗത്യങ്ങൾക്കായി അതിൻ്റെ കനത്ത പേലോഡും വേഗതയും ഉപയോഗിക്കുന്ന ശക്തമായ മിനി ബോംബറായി സുഹോയ് 57E സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സ്റ്റെൽത്ത് ഫൈറ്ററിനായുള്ള തിരയിൽ തുടരുക.
2030കളിൽ ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് AMCA തയ്യാറാകുന്നത് വരെ സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കാനാവുന്നതും ബഹുമുഖ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമായ ആസ്തിയായി അത്തരം മൂല്യമുള്ള വിമാനങ്ങൾക്ക് വേണ്ടി നാം താൽപ്പര്യപ്പെടുമ്പോൾ സുഖോയ് 57E അത്തരം ഉപയോഗങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം എന്ന് അതിന്റെ വക്താക്കൾ വാദിക്കുമ്പോൾ മുൻകാല പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നതിനെതിരെ വിമർശകർ കർശനമായ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സമഗ്രമായ വിലയിരുത്തൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു.